ഹലോ ഗൈസ്, അപ്പൊ നമ്മന്നൊരു പുതിയ പരിപാടിയായിട്ടാണ് നിൽക്കുന്നത്. പരിപാടി എന്താണെന്നല്ലേ, ഞാൻ ഇടയ്ക്കിനെ ആലോചിക്കും എന്റെ ഭാര്യനെ എനിക്കൊന്ന് മേക്കപ്പ് ചെയ്താലോ ഒന്ന്. അതായത് ഇവള് ഈ കണ്ണാടിനെ ഫ്രണ്ടിലേക്ക് വെക്കുമ്പോ ഇവളായിട്ട് ചെയ്യുമ്പോഴാണല്ലോ ഇവള് സെറ്റപ്പ്. എപ്പോഴെങ്കിലും ഞാനായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നിവളെ ഞാനാണ് ഒരുക്കാൻ പോകുന്നത്. നമുക്കത് കണ്ടു നോക്കാം. ഹസ്ബൻഡ് യാ യാ അപ്പൊ പോയോക്കാം. എന്ത് കോലാവുന്നുള്ള അറിയാം. കൊറേ നാളായിട്ട് പറയണ ചെയ്യിപ്പിച്ചിട്ടില്ല. ഇന്ന് ഇവിടെ ഞാൻ മുടുക്കിയാക്കും. അതെല്ലാരിക്കും ഞാൻ കാണിച്ചു തരും. എല്ലാരിക്കും കാണാം. മുടുക്കിയാവും. അപ്പൊ തുടങ്ങാം. ഓക്കെ ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് വെള്ളം മുഖം ഒന്ന് മിനുക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ കുന്ത്രാണ്ട് എടുത്തിട്ടുണ്ട്. ഈ കുന്ത്രാണ്ട എന്താണത്? എന്താന്ന് എനിക്കറിയില്ല. എന്താന്ന് അറിയില്ലായിട്ടുണ്ടാവും. പ്രോ പാലറ്റ്, എന്ത് പാലറ്റ്? പ്രോ കൺക്ലിയർ കൺസീലർ, പ്രോ കൺസീലർ പാലറ്റ്. ഇത് ഞാൻ കണ്ടില്ല. കൺസീലർ അതാണ് ഫസ്റ്റ്. ഇതാണ് ഞാൻ ഫസ്റ്റ് ഉള്ള മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കണ്ടോ എന്റെ പവർ എന്താണെന്നുണ്ട്. എല്ലാം നോക്കിട്ടാ നോക്കി എല്ലാം കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. കണ്ടില്ലേ? അതാണ് ഇത് ഫേസ് വാഷ്. ഫേസ് വാഷ് മറ്റേ സൺസ്ക്രീൻ. ഇത് എന്ത് കുന്തറാണ്ടത്? സ്റ്റോപ്പ് ക്രീം. എന്ത് സംഭവം? ഇത് അറിയാലോ. അതൊക്കെ ഇടുമ്പോ കാണിച്ചാൽ ഇങ്ങനെ ഓരോ കാണിക്കണ്ട. അത് നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യാം. അതെന്താ മൂത്തിടുന്നത്? കണ്ണിനാണോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇതായി ആവണം കേട്ടോ. ഇങ്ങോട്ട് നോക്ക്. ഫേസ് കാണിച്ചു കൊടുക്കല്ലായിരിക്കും. നീ ആയിട്ടാന്ന് വിചാരിക്കും. ഇത് കണ്ടല്ലോ. അത് പിന്നെ വീഡിയോയില് പതിവാണ്. ഇത് തുടങ്ങാം നമുക്ക് ആദ്യം. എന്റെ ഫേസിന്റെ ഷെയ്ഡ് ഓഫ് എടുക്കട്ടാ. മുഖത്ത് വെച്ചോക്ക്. ഇത് ഇങ്ങനെ കൈ കൊണ്ടോ മറ്റേ സാധനം ഇതിലാണോ നിൽക്കുന്നത്? എനിക്കറിയില്ല. അതെടുത്തിട്ട് ഈ മുടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച്, മുടിയൊക്കെ ഒന്ന് കയറ്റി വെച്ച്, അതും കയറ്റി വെക്കും. അപ്പൊ നൗഷിന്റെ മുഖത്തിന്റെ ഷെയ്ഡ് ഇതാണ്. അങ്ങനെ എടുക്കല്ലേ, കൈ കൊണ്ടെടുത്തത് തേച്ചിട്ടാ. ഇതില് ഈ കാണുന്ന കളർ പാലറ്റുകളുണ്ടാ. ഇതില് നൗഷിക്ക് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നല്ല മുഖത്തിന് ഫേസ് ആയിട്ടുള്ളത് ഇതാണ് കൂടുതൽ തോണ്ടിരിക്കണത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതാണ് തോന്നുന്നു. പക്ഷെ നമുക്ക് ഇന്ന് ഇതല്ലാണ്ട് ഇത് പിടിക്കാം. ഇതിൽ പിടിച്ചു നോക്കാം. ഈ സാധനത്തില് നീ മാറി, ഞാൻ നിന്നെ മേക്കപ്പ് ചെയ്തോളാം. എനിക്കറിയാം മാറി. നീ പറയണ്ട, ഞാൻ ചെയ്തോളാം. ആ മുടിയൊക്കെ കയറ്റി വെക്ക്. ഞാനല്ലേ ചെയ്യണത്. ഐ ആം എ പ്രൊഫഷണൽ കേട്ടാ. എന്റെ അടുത്ത് കളി വേണ്ട. ഞാൻ ചെയ്യും. നീ അതുകൊണ്ട് നിന്നു. അത് കണ്ണക്കടച്ചോട്ടാ. നീ ശരിയാക്കിയില്ലേ? അപ്പൊ അടുത്ത നീ ഇവളൊന്ന് മസാജ് ചെയ്തെടുക്കണം. കണ്ണടക്ക്. മറിക്ക് ഇങ്ങോട്ടാ. ഇത് മുട്ടി മാറ്റി വെച്ച്. എനിക്കിത് ഇഷ്ടപ്പെടല്ലോ മുട്ടി. കണ്ണടക്കട്ടെ. സോറി ഗൈസ്, സാധനം മാറിപ്പോയി. നിക്ക് അത് നെറ്റ് ചെയ്തേക്കാം. ഞാൻ ശരിയാക്കിക്കോളാ. അത് ആദ്യം അങ്ങനെയൊക്കെ വരുള്ളൂ. മതിലൊക്കെ പെയിന്റ് അടിക്കുമ്പോ കണ്ടിട്ടില്ലേ? നല്ല പെയിന്റ് അടിക്ക് വരുന്നെങ്കിൽ അങ്ങനെ സൂപ്പർ ആക്കി തന്നെ. ഒട്ടുക്കിയാക്കിയിട്ടേ ഞാൻ നിന്നോട്ടു. വേറെ ഏതെങ്കിലും ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ ചെയ്യൂ? പിന്നെ എന്തോരം പേര് ചെയ്തേക്കണ്. അത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു എന്താണ് മറ്റേ സാധനമൊക്കെ ഏത് വീഡിയോ ഒക്കെ ചെയ്ത് അലമ്പാക്കണം. കണ്ണടക്ക്. നീ നിന്നെ കണ്ടു നെട്ടു. ഇത് പ്രൊഫഷണൽ
മേക്കപ്പ് ആർട്ടിസ്റ്റ് മെഹറൂഫ് ചേച്ചി. ഒരു 10 മിനിറ്റ് ഉണ്ടല്ലോ ആ ഓക്കെ. നെറ്റിയിലെല്ലായിടത്തൊക്കെ തേച്ചാ നെറ്റിയിലൊക്കെ വന്നോളൂ. അത് തലയൊരു മുഴ ഉണ്ട, അതിപ്പോ എന്തോ ഒരു പാട്ടാവുന്ന ലൈവിന് എന്തോ ഡ്രസ് എടുത്തപ്പോ നെറ്റിൽ നമുക്ക് ഈശ്വര കൊടുക്കാം. എന്താ റോസ് ആ അത് ഈ പൊട്ടിയേക്കണോണ്ടേ എന്ത് കോലായിട്ടുണ്ടെന്ന് ഒരു കണ്ണടയും കണ്ണാടി ഇല്ല, അതൊക്കെ ലാസ്റ്റ് കഴിഞ്ഞിട്ട് അയ്യോക്കി. ഇത് കുറച്ചും കൂടി കണ്ണിന്റെ സൈഡിലൊന്നും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കേ, സെറ്റ് സെറ്റ് സെറ്റ്. മുടി 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 കണ്ണടച്ച് ഇത് ഇത് ഒരു ഡബിൾ ഫാറ്റിക് ഷെയർ ആണ്. പൊക്കത്ത് വേറെ താഴത്ത് വേറെ ആക്കിയിട്ടുണ്ട്. അതിപ്പോ നൈസായി ഓമാളിയൊക്കെ ആക്കണ്ട കാര്യമില്ല. എല്ലാം കഴിഞ്ഞാൽ ജോക്കറാവും. കാണിച്ചു തരാം, വഴുകാതെ നിങ്ങൾക്ക് കാണാം. കുത്തി ഇളക്കണേണ് മുഖോണിട്ട താടി 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 താടിയിലൊക്കെ മൂടി ഇതിങ്ങനെ ഇരിക്കണ പൊക്കത്തിരുന്നത് കൊണ്ടാണ്. ഇതുപോലെയൊക്കെ മറ്റേ വീടിന്റെ പെയിന്റ് ഒക്കെ അടിക്കണ എന്ത് സുഖം. ചെയ്യണത് എന്തൊരു ബലത്തിൽ അങ്ങനെ കാണിക്കണം. കണ്ണിന്റെ പീലിയിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ നോക്കുമ്പോ അറിയാൻ പറ്റും. മുടിയൊക്കെ മാറ്റി വെക്കും. ഓക്കെ, ഇപ്പൊ നേരത്തെ ടച്ചും ഇപ്പഴത്തെ ടച്ചും കണ്ടില്ലേ, ടച്ചായി. ഞാൻ അടുത്തത് കണ്ണ്. കണ്ണില് നമുക്ക് ഇതിലേത് ഇതാണ് കണ്ണിന്റെ എന്താ സാധിക്കണം ഇതിന്റെ പേര്? ഐഷാഡോ. ഐഷാഡോയിൽ നമുക്ക് ഇതില് ഏത് കളർ ചൂസ് ചെയ്യണം? നമുക്കിതില് തിളങ്ങാത്തത് നമുക്ക് തിളങ്ങണ പിടിക്കാം. ഇത് കണ്ണടക്കും. ഇതിങ്ങനെ തേക്കലാണോ? ഇതൊരു ഫാന്റാസ്റ്റിക് ഷെയ്ഡ് ആണ്. എന്ത് അറിയേണ്ട ആൾക്കാർ അപ്പൊ ഈ പരിപാടി കണ്ടില്ലേ, കണ്ണൊക്കെ കണ്ടില്ലേ, സെറ്റാക്കി. ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ട് ഇതുപോലെയൊക്കെ. പിന്നെ കൺമഷി. ഇത് കൺമഷിന്റെ ബ്രഷാ. കൺമഷിന്റെ ഇതില് ഇടാൻ പറ്റും. അത് ബ്രഷ് അല്ലേ സാധാ? കൺമഷിക്ക് ഇതില്ല. അപ്പൊ കണ്ണിട്ടിരിക്കത്തില് കൊച്ചിന്റെ കൺമഷി എടുത്തിട്ട് എന്റെ പിരിയത്തി പോട്ടെ. അതിന്റെ അകത്ത് ഒരു ചെപ്പുണ്ട് ബ്രൗൺ. ഇത് ഇതാ അതായി ഡിന്നർ. ഇതിടാം. അടുത്തത് ഫസ്റ്റ് ഐലൈനർ ആണ്ട. ഇതോടെ ഒരു തീരുമാനാവും. ഇത് ഇവിടെ ഇങ്ങനെ തേച്ചോക്ക് ഇതെങ്ങനെയാണ് നോക്കിക്കണല്ലേ ഒരുങ്ങുമ്പോ. അപ്പൊ ചെയ്യങ്ങനെ ഇതണ ഞാൻ കണ്ണാണിക്ക് ഇവിടെ ഉണ്ടാവണ കണ്ണിന്റെ അടി ഇവിടെ അല്ല ഐലൈനർ ഇടുന്നത് ഇവിടെയാണ്. പീലിയിലല്ല. നമുക്കിത് അറിയുന്നില്ല, പക്ഷെ പെർഫെക്റ്റ്ലി ചെയ്ത് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഐലൈനർ എഴുതൂല.
മാറി എങ്ങനെ എഴുതും? എങ്ങനെയാണ് ഇങ്ങനെ വെറുതെ എഴുതണം. പറയണ്ടേ? കണ്ണടക്കണ ഇങ്ങനെ കണ്ണടക്ക്. സെറ്റ് ഇങ്ങോട്ട് വാ. അതവിടെ ഇരിക്കട്ടെ. എങ്ങനാ അത് ചെറിയ പെർഫെക്ഷൻ പോയെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാം. അതെ ഇങ്ങനെ ഈ കൈ ഇവിടെ വെച്ച് ഇങ്ങനെയല്ലേ എഴുതണ്ട, ഇങ്ങനെ പിടിച്ചാണ് എഴുതണ്ടേ, എന്നാലല്ലേ റാ പോലെ വരക്കാറ്റുള്ളൂ. ഇപ്പൊ എന്താ കാണിച്ചു വെച്ചേക്കണെന്നാ? നോക്കട്ടെ, പെർഫെക്റ്റ് ആക്കണ്ടേ? മാറിപ്പോ നോക്കരുത്. അങ്ങനെ പിടിച്ചാലാണ് ഇങ്ങനെ പിടിച്ചത്. മയങ്ങല്ലേട്ടാ, കണ്ണിന്റെ പൊക്കത്ത് മൊത്തം തേച്ച് വെക്കണ ഈശാണ്ട് പോലെ. എന്ത് കാണിക്കണ? ഞാനാണ് നിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇന്നത്തെ. നോക്കി ഗൈസ്, ഞാൻ കണ്ണെഴുതിയൊക്കെ നോക്കുക. ദൂരെ കാലിൽ എഴുതി കൊടുക്കുക ഗൈസ്. അടുത്തത് ലിപ്സ്റ്റിക്. നൗഷിന്റെ ഏറ്റവും ഫേവറേറ്റ് ഈ ഷെയ്ഡ് നോക്കിയാ. ഞാൻ ഈ ഷെയ്ഡ് കേട്ടോ. ലിപ്സ്റ്റിക്കിൽ ഇടക്ക് നീ ഇങ്ങനെയൊക്കെ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. കാണിക്ക്. അതിലുള്ളത് ഇങ്ങോട്ട് തേക്കും കവളത്തോണ്ട് ഇനി കോമാളി അങ്ങനെയല്ല. മാറി ഞാൻ കാണിച്ചു. കയ്യിലെടുത്തിട്ടാണ് വേണ്ടത് ഇത് ഞാൻ ചെയ്യണ മേക്കപ്പ് ആർട്ടിസ്റ്റ്. മാറും നീ ഞാൻ കാണിച്ചു തരാന്ന്. ഇത് എന്ത് പണ്ടായിരുന്നു? ഇത് സ്റ്റിപ്നോക്സിൻ ഷെയ്ഡ് എന്നൊക്കെ പറയും. ഇനി അടുത്തത് ഫേസ് സൺസ്ക്രീൻ. നമ്മ ഇവളുടെ മുഖത്ത് ആഡ് ചെയ്യാൻ ഇത്രയും സൺഷെയ്ഡ് എടുത്തിട്ടുള്ളൂ. സോറി, സൺസെറ്റ്. അപ്പൊ വെള്ളം മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി ഒന്ന് മുഖം റിഫ്രഷ് ചെയ്ത് തുടങ്ങണം. നീ ഇങ്ങോട്ട് നിന്നേ. മതിയാ. അയ്യോ, ഇത് നല്ല ശീലമാണോ? കുഴപ്പം അവിടെ കണ്ണിന്റെ ഉള്ളില്. അടുത്തത് സ്റ്റോക്ക് ക്രീമാണ്. മുഖം തിളക്കാൻ. വെള്ള മുഖനെ തിളപ്പിക്കും. ഇത് എങ്ങനെ കയ്യിലാണോ? ഇനി ഇത് കൊണ്ട് ചെയ്യാലോ, അല്ലെങ്കിൽ ഇത് മതിയാ. എന്തെങ്കിലൊക്കെ ചെയ്തു. ഇപ്പൊ ഒന്ന് പറഞ്ഞിട്ട് കാറ്റിട്ട് കഴിഞ്ഞു മതി. എന്തൊരു കുറവുണ്ട്. പിരികം. ഇതും കൊണ്ട് എഴുതി നോക്കാം. ലൈനറാണ് ചുണ്ടിലിടുന്ന. ലൈൻ ഇട്ടിട്ട് എടുക്കണം മതി. ഇതില് കുറച്ച് കരിയേക്കണം. തേക്കണ്ട, അതിന്റെ അകത്തുണ്ട് കുറച്ചുകൂടെ കിട്ടും. അത് ഇച്ചിരി തലേ തേച്ച് അല്ലാണ്ട് ബിരിയാണി പോലെ ഒലുകി.
ആണ് മാറി, ഞാനല്ലേ നിന്നെ മേക്കപ്പ് ചെയ്യണെന്ന്. അതുകൊണ്ടാണ് എനിക്ക് വിശ്വാസം ഇല്ലാത്ത. ഇതൊക്കെ തേക്കുമ്പോ നോക്കണം. മതി മതി, തെറ്റിച്ച് ഇതിവിടെ കറക്റ്റ് ആക്കട്ടെ. മതി. അപ്പൊ കണ്ടില്ലേ, ഞാൻ ഇവിടെ മുടുക്കിയാക്കി. ഒന്ന് കാണിച്ചു കൊടുക്കുക, ആൾക്കാർ കാണിച്ചു കൊടുക്കുന്നെ. അതൊക്കെ പറഞ്ഞിട്ടല്ല ആൾക്കാർ ഇങ്ങനെ കാണില്ലേ. അപ്പൊ ഇതാണ് എന്റെ മേക്കപ്പ്. മുഖം കാണിച്ചു കൊടുക്ക്, അത് ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ, കാണിക്ക്. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്തേക്കണ പരിപാടി എന്താന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് ഇട്ടു, പിന്നീട് കണ്ണിന്റെ മനസ്സിലായിട്ടുണ്ട്, കോമാളിയാക്കിയിട്ടുണ്ട്. ഇത് കോമാളിയാണോ ഈ മുഖം കണ്ടിട്ട്? പരമാവധി ഞാൻ പറഞ്ഞത് ഈ കൺമഷീനത് ഇവിടെ ഇവിടെ തെറ്റിച്ചാണ്. അത് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ വായിച്ചാൽ തീരുന്ന പ്രശ്നമുള്ള ആക്കാൻ പോയി ഇത്രയുള്ള പരിപാടി കണ്ട. ഓക്കെ ഗൈസ്, ഇതാണ് എന്റെ ഭാര്യനെ ഞാൻ ഇന്ന് മേക്കപ്പ് ചെയ്തേക്കണത്. ഇതിലേക്ക് നോക്ക് നോക്ക്, ഇതുപോലെ ഇവിടെ എന്നെ മേക്കപ്പ് ഞാൻ വിളിക്കും, പക്ഷെ ആയിരിക്കില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മ വൈൻഡപ്പ് ചെയ്യാനാണ്. അടുത്ത പരിപാടി ഉടനെ തന്നെ. ഇനി ഈ സാധനം ഇനി ഇല്ലട്ടാ, ഇത്രയും നാൾ ഞാൻ സമ്മതിക്കാണ്ടത് ചെയ്യിപ്പിച്ചാണ് ഇപ്പൊ. ഇനി ഒന്നുമില്ല മോനെ, അത് ഹൈലൈറ്റർ തിളങ്ങണ, അതിന് വരെ മറ്റേത് വെച്ചല്ല, അത് മതി. ഇപ്പഴാണ് ഹൈലൈറ്റർ പിന്നെ ഹൈലൈറ്റർ ഇടണ ഇപ്പൊ കറക്റ്റ്. ഓക്കെ, അടുത്ത ഇനി പിരികം റോൾ ചെയ്യാൻ പോണ്. അപ്പൊ ഇതാണ് ഫൈനൽ ഗെറ്റപ്പ്. നല്ല സുന്ദരിയായിട്ടുണ്ട് എന്റെ മോള്. അപ്പൊ ഇനി നമ്മ ഇന്നത്തോടെ വൈൻഡപ്പ് അടുത്ത പരിപാടിക്ക് ഇനി വരും. അടുത്ത പരിപാടി ഇതിലും നല്ലൊരു ഗംഭീരമായിട്ടുള്ളൊരു പരിപാടി ആയിരിക്കും. ഇന്നത്തെ മേക്കപ്പ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം എല്ലാരും കമന്റ് ചെയ്തോ, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ DM ചെയ്താൽ മതി, ഞാൻ നിങ്ങളെല്ലാരും ഒരുക്കി തരാം. പക്ഷേ പേഴ്സണലി നിങ്ങൾ നോക്കിയേ, നല്ല രസമില്ലേ? അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നോക്കി, മുഖം കാണിച്ചു കൊടുക്ക്, ആ കണ്ണൊക്കെ എഴുതിയേക്കണം. ഇവിടുന്ന് കാണിച്ചു കൊടുത്ത് ഇവിടെ ഇത്തിരി ഇതുകൊണ്ട് തെറ്റിച്ചാണ്, അതൊന്നും നമുക്ക് ഷെയ്ഡ് ചെയ്ത് കളയാനുള്ളൂ. അതും പോയി, അതും കറക്റ്റായി. ഈ കണ്ടില്ലേ, ഈ സൈഡൊക്കെ കണ്ടില്ലേ, ഓക്കേ, മൂക്കൊക്കെ കണ്ടില്ലേ. സോ ഇത്രേ ഉള്ളൂ, നമ്മ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാനാണ്. ഞാൻ പോയി മോറൊക്കെ തേച്ച് കഴുകി കളയട്ടെ, ആരും കണ്ട കളിയാക്കും. ഓക്കെ, നമ്മൾ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത പരിപാടിയായിട്ട് വന്നവരെയും നമുക്ക് സന്ധിക്കവരേക്കും ബൈ.